Good morning to all. Seminar topic skills and competencies of teachers and teacher educators for inclusive settings. Teacher competency is the ability to plan, control and facilitate interaction in the classroom that is appropriate to the activity and which takes into account the different needs and abilities of learners. അപ്പോൾ നമുക്കറിയാം കോമ്പീറ്റൻസി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ഡിഫറെൻറ്റ് സ്കിൽസും നോളജ് അണ്ടർസ്റ്റാൻഡ് വാല്യൂസ് ആറ്റിറ്റ്യൂഡ് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരുപാട് കോംപ്ലക്സ് കോമ്പിനേഷനാണ് കോമ്പീറ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു ഫീൽഡിലും ഒരാൾ കോമ്പീറ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവായി നിൽക്കുന്നതിന് കോമ്പീറ്റൻസി ആവശ്യമുണ്ട്. അപ്പോൾ ടീച്ചർ കോമ്പീറ്റൻസി എന്ന് വെച്ചാൽ ഒരു ടീച്ചർക്ക് ഒരു ക്ലാസ്സിൽ പലതരത്തിലുള്ള നീഡ്സും എബിലിറ്റീസും ഉള്ള കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവരെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ എല്ലാവർക്കും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ പ്ലാൻ ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും അതിനെ ഇൻട്രാക്ഷനിലൂടെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയും ചെയ്യാനുള്ള ഒരു അധ്യാപകൻ്റെ എബിലിറ്റീനെയാണ് നമ്മൾ ടീച്ചർ കോമ്പീറ്റൻസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. The teacher has a central role to play in this process of inclusion. നമുക്കറിയാം എഡ്യൂക്കേഷനിലും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിലും ഒരു അധ്യാപകന് ഒരു പ്രധാനപ്പെട്ട റോൾ തന്നെയാണ് ഉള്ളത്. The teacher is sufficiently responsible for educational planning, instruction, evaluation and reporting and curriculum adaptation and so on. അപ്പോൾ ടീച്ചർ സഫിഷ്യൻ്റ്ലി റെസ്പോൺസിബിൾ ആയിരിക്കണം എന്തിലൊക്കെ എഡ്യൂക്കേഷൻ പ്ലാനിങ്ങിലും ഇൻസ്ട്രക്ഷനിലും അതിൻ്റെ ഇവാലുവേഷനിലും റിപ്പോർട്ടിങ്ങിലും അതുപോലെ കരിക്കുലം അഡാപ്റ്റേഷനിലും എല്ലാം. സ്കിൽസ് ആൻഡ് കോമ്പീറ്റൻസീസ്, ഏതൊക്കെ സ്കിൽസും കോമ്പീറ്റൻസീസുമാണ് ഒരു ടീച്ചർക്ക് അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ടതെന്നാണ് പറയുന്നത്. എബിലിറ്റി ടു സോൾവ് പ്രോബ്ലം, ടു ബി ഏബിൾ ടു ഇൻഫോർമലി അസസ് ദ സ്കിൽസ് എ സ്റ്റുഡൻറ്റ് നീഡ്സ്. അതായത് ഒരു ക്ലാസ് റൂമിലുണ്ടാകുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ക്ലാസ് റൂമിൽ ചെന്ന് കഴിഞ്ഞാൽ ഫോമൽ ടൂൾസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഇൻഫോർമലി തന്നെ ഓരോ കുട്ടികളുടെയും നീഡ് എന്താണെന്ന് അസസ് ചെയ്യാനുള്ളൊരു സ്കില്ല് അത് ഓരോ അധ്യാപകനും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. എബിലിറ്റി ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ചിൽഡ്രൻസ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ആൻഡ് യൂസ് ദെയർ ഇൻറ്റേർണൽ മോട്ടിവേഷൻ ഫോർ ഡെവലപ്പിംഗ് നീഡഡ് സ്കിൽസ്. നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ഇൻട്രിൻസിക് മോട്ടിവേഷൻ യൂസ് ചെയ്യുമ്പോഴാണ് അതിൽ കൂടുതലായിട്ടൊരു നല്ലൊരു ഫ്രൂട്ട്ഫുൾ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അതിനൊരു ഔട്ട്കം ഉണ്ടാവുക. അപ്പോൾ ടീച്ചർമാർ എങ്ങനെ ആയിരിക്കണം, ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിന് അഡ്വാൻറ്റേജ് കൊടുക്കുകയും അവരുടെ തന്നെ ഇൻറ്റേർണൽ മോട്ടിവേഷനെ തന്നെ യൂസ് ചെയ്യിപ്പിക്കാനുമുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. എബിലിറ്റി ടു സെറ്റ് ഹൈ ബട്ട് ആൾട്ടർനേറ്റീവ് എക്സ്പെക്റ്റേഷൻസ് ദാറ്റ് ആർ സ്യൂട്ടബിൾ ഫോർ ലേണേഴ്സ്. അതായത് ഹൈ എക്സ്പെക്റ്റേഷൻസ് സെറ്റ് ചെയ്യുക എന്തിനനുസരിച്ച് ഓരോ കുട്ടികളുടെയും കേപ്പബിലിറ്റീസിനനുസരിച്ചിട്ടുള്ള അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് സെറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അടുത്തത് എബിലിറ്റി ടു ഡിറ്റർമിൻ ഹൗ ടു മോഡിഫൈ അസൈൻമെൻറ്റ്സ് ഫോർ സ്റ്റുഡൻസ്, ഹൗ ടു ഡിസൈൻ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് വിത്ത് സോ മെനി ലെവൽസ് ദാറ്റ് ഓൾ സ്റ്റുഡൻസ് ഹാവ് എ പാർട്ട്. ഓരോ അധ്യാപകർക്കും എങ്ങനെ നമുക്കറിയാം അസൈൻമെൻറ്റ് ഇപ്പോൾ കരിക്കുലത്തിലൊക്കെ അസൈൻമെൻറ്റ് ഇപ്പോൾ 4-5 അസൈൻമെൻറ്റ് ഉണ്ടെങ്കിൽ അത് ഓരോ കുട്ടികളും ഡിഫറെൻ്റാണ് നമുക്കറിയാം. അപ്പോൾ ഓരോ കുട്ടികൾക്കും സ്യൂട്ടബിളായിട്ട് എങ്ങനെ അസൈൻമെൻറ്റുകളെ മോഡിഫൈ ചെയ്യാം, അതുപോലെ തന്നെ ക്ലാസ് റൂം ആക്ടിവിറ്റികൾ ഓരോരുത്തർക്കുമായിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാം, പലതരത്തിലുള്ള കുട്ടികളാണ് അതിനെ അനുസരിച്ച് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന് അതിനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. എബിലിറ്റി ടു ലേൺ ഹൗ ടു വാല്യൂ all kinds of skills that students bring to class, not just the academic skills. അക്കാദമിക് സ്കിൽസ് മാത്രമല്ല മറ്റുള്ള കുട്ടികൾ ക്ലാസ് റൂമിൽ ഉണ്ടാകുന്ന ഏതൊരു സ്കില്ലിനെയും വാല്യൂ ചെയ്യാനുള്ള, അതിനെ മനസ്സിലാക്കാനും വാല്യൂ ചെയ്യാനുമുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. A realization that every child in the class is their responsibility. തൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടിയും തൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നൊരു മനോഭാവത്തോടു കൂടി കുട്ടികളെ സമീപിക്കാനും ഉള്ളൊരു കഴിവുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. Knowing a variety of instructional strategies and how to use them effectively. അപ്പോൾ നമുക്കറിയാം ഒരു ഇൻസ്ട്രക്ഷണൽ
സ്ട്രാറ്റജി തന്നെ ഏതൊക്കെ തരത്തിൽ ഡിസൈൻ ചെയ്യാം അങ്ങനെയും നമുക്ക് അറിയണം. അതുപോലെ തന്നെ എന്തൊക്കെ തരത്തിലുള്ള ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജീസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അങ്ങനെ പല വെറൈറ്റി ഓഫ് ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജികളെ കുറിച്ചിട്ടുള്ള ഒരു അറിവ്, അത് എങ്ങനെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം അതും ആ ഒരു അറിവും ഉണ്ടായിരിക്കണം എന്നാണ് പറയണത്. Working as a team with parents and special education teachers to learn what skills a child needs and to provide the best teaching approach. അപ്പോൾ ഒരു ടീം വർക്കായിട്ട് പാരൻസിനോടും അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിനോടും കൂടി ഒരു കോപ്പറേറ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സ്കില്ല്, അത് എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ്, കുട്ടികളുടെ നീഡുകൾ എന്താണ്, അവർക്ക് ഇപ്പോൾ ഓരോ പാരൻസിനെ അറിയാം അവർക്ക് എന്തൊക്കെ നീഡാണ് ആവശ്യം എന്ന് മനസ്സിലാക്കുക പാരൻസിൽ നിന്ന്. അതുപോലെ അവർക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള എങ്ങനെ ടീച്ചിങ് സ്ട്രാറ്റജി ഉപയോഗിക്കണമെന്ന് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിൽ നിന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒരു ടീം വർക്കായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് പറയണത്. ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹൈ ടോളറൻസ് ഫോർ ആംബിഗ്വിറ്റി, അതായത് ഒരു ടീച്ചർ പ്രത്യേകിച്ച് ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സെറ്റിങ്സിൽ ഒരു ടീച്ചർ ഹൈലി ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതുപോലെ കുട്ടികളുടെ ആംബിഗ്വിറ്റികൾ, അവരുടെ സംശയങ്ങൾക്ക് എപ്പോഴും നല്ല ടോളറൻസ്, ചില സമയത്ത് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, ഇല്ലെങ്കിൽ ഉടനടി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിലൊരു ഹൈ ടോളറൻസ് അധ്യാപകർക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയണത്. അടുത്തത് അസസ് ഇൻഡിവിജ്വൽ നീഡ്സ് ഓഫ് ചിൽഡ്രൻ ആൻഡ് സെറ്റ് അപ്രോപ്രിയേറ്റ് റിയലിസ്റ്റിക് ആൻഡ് മെഷറബിൾ ഗോൾസ് വൈൽ പ്ലാനിങ് IEP. അതായത് IEP എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാനാണ്. ഓരോ ഇൻഡിവിജ്വലിനെ വിചാരിച്ചുകൊണ്ട് കണക്കാക്കുന്ന ഒരു പ്ലാൻ, എഡ്യൂക്കേഷൻ പ്ലാനാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ, അത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കുട്ടികളുടെ നീഡുകൾ എന്താണെന്ന് അസസ് ചെയ്യും, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തുകയും വേണമെന്നാണ് പറയണത്. ഇനി അടുത്തത് പ്ലാൻ അപ്രോപ്രിയേറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആൻഡ് അഡാപ്റ്റേഷൻസ് ഓഫ് ക്ലാസ് റൂം ഫിസിക്കൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ നമുക്കറിയാം ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ ഫിസിക്കലി ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എന്തൊക്കെ എൻവയോൺമെൻറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്താ അഡാപ്റ്റേഷൻസ് വരുത്തണം, എന്തൊക്കെ അറേഞ്ച്മെൻറ്റ് നടത്തണം, അതിനെക്കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ സ്കില്ല് ഉണ്ടായിരിക്കണം. നോ ദ റൈറ്റ്സ് ഓഫ് സ്പെഷ്യൽ നീഡ്സ് ചിൽഡ്രൻ. നമുക്കറിയാം സ്പെഷ്യൽ നീഡ്സ് ചിൽഡ്രനുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് റൈറ്റ്സ് ഉണ്ട്, പോളിസീസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യമായിട്ട് ഇപ്പോൾ PW ആക്ട് എന്തൊക്കെയാണ്, അതിലെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ അങ്ങനെ അറിയുന്ന ഒരു അധ്യാപകന് മാത്രമേയാണ് അത് ഇഫക്റ്റീവായിട്ട് ഇന്ന കാര്യങ്ങളുണ്ടെന്ന് കുട്ടികൾക്ക് അല്ലെങ്കിൽ അവരുടെ പേരൻസിനെ ബോധ്യപ്പെടുത്താനും അല്ലെങ്കിൽ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു അധ്യാപകന് അതൊരു സ്കില്ല് കൂടിയാണ്, അല്ലെങ്കിൽ ഒരു കോമ്പീറ്റൻസിയാണ്. ഏറ്റവും നന്നായി അറിയുന്നതും അത് സ്യൂട്ടബിളായിട്ട് അത് ഉപയോഗപ്രദമാക്കാൻ പറ്റുള്ളൂ. അടുത്തത് കൗൺസിൽ സ്പെഷ്യൽ നീഡ്സ് സ്റ്റുഡൻസ് വൈൽ ജോയിനിങ് റെഗുലർ ക്ലാസ് റൂം ആൻഡ് റെഗുലർ സ്റ്റുഡൻസ് ഫോർ എൻട്രി ഓഫ് എ സ്പെഷ്യൽ നീഡ്സ് ചൈൽഡ് ഇൻ ദെയർ ക്ലാസ് റൂം. അപ്പോൾ നമുക്കറിയാം ഒരു ക്ലാസ്സിൽ റെഗുലർ ക്ലാസ് റൂമിൽ ഒരു ഇൻക്ലൂസീവായിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ നീഡ് സ്റ്റുഡൻറ്റ് കടന്നു വരുമ്പോൾ ആ കുട്ടീക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അവരെ കൗൺസിൽ ചെയ്യാൻ, അതുപോലെ തന്നെ അതിലുള്ള സാധാ റെഗുലർ സ്റ്റുഡൻസിനും രണ്ട് കൂട്ടർക്കും അത്യാവശ്യം വേണ്ട കൗൺസിലിങ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് പറയണത്. ഡെവലപ്പ് എ ഫീഡ്ബാക്ക് സിസ്റ്റം ദാറ്റ് വുഡ് furnish data on relevant issues related to special needs students, teachers, parents and other personnel. അപ്പോൾ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം അത് ഉണ്ടാക്കിയെടുക്കുക. എന്തിനു വേണ്ടിയിട്ട്, ഇപ്പോൾ റീസെൻ്റായിട്ട് എന്തൊക്കെ ഇഷ്യൂസാണുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനുണ്ട് എന്നതിനെ കുറിച്ചിട്ടൊരു കറക്റ്റ് ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം എന്നാണ് പറയണത്. അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, പേരൻസിൽ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുക. അപ്പോൾ പാരൻസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കാര്യങ്ങൾ എടുക്കാൻ പറ്റും. അതുപോലെ ഇപ്പം നമുക്കറിയാം ചിലപ്പോൾ ലോ ഇക്കണോമിക് അല്ലെങ്കിൽ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക്, അല്ലെങ്കിൽ ഇല്ലിറ്ററേറ്റ് പാരൻസ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തുകൊണ്ടാണ് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം അങ്ങനെയൊക്കെ മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഫീഡ്ബാക്ക് സിസ്റ്റത്തിലൂടെ അവരൊക്കെ എത്ര പുരോഗമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആർക്കൊക്കെ എന്തൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കണം എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പറ്റുമെന്നാണ് പറയണത്.
ഇനി അടുത്തത് ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സ്. ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സ് ഷെയർ റെസ്പോൺസിബിലിറ്റി ഫോർ ഗിവിംഗ് ഫ്യൂച്ചർ ടീച്ചേഴ്സ് എ ലെൻസ് ത്രോ വിച്ച് ടു വ്യൂ എവറി ലേണേഴ്സ് ആസ് ഓർഡിനറി ആൻഡ് എസെൻഷ്യൽ. നമുക്കറിയാം ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സ് പറഞ്ഞ ആരാണ്. അപ്പോൾ ഫ്യൂച്ചർ ടീച്ചേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ്. ദ റെഗുലർ എഡ്യൂക്കേറ്റേഴ്സ് ഷുഡ് inculcate the following skills and competencies in them to prepare them for inclusive എഡ്യൂക്കേഷൻ. എന്തൊക്കെ സ്കിൽസും കോമ്പീറ്റൻസീസുമാണ് ഒരു ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സിന് ആവശ്യമായിട്ടുള്ളത് എന്നാണ് പറയണത്. അതിൽ ആദ്യത്തെ പറയുന്നതാണ് ടീച്ചിങ് സ്കിൽസ്. അപ്പോൾ ടീച്ചിങ് ബേസിക് സ്കിൽസ് നമുക്കറിയാം. എല്ലാ B.Ed സ്റ്റുഡൻസും പലതരം ടീച്ചിങ് സ്കിൽസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സ് എങ്ങനെയുള്ളതായിരിക്കണം? ഓരോ കുട്ടികളെയും ഇഫക്റ്റീവായ രീതിയിൽ ഓരോ ടീച്ചിങ് സ്കിൽസും പഠിപ്പിക്കാൻ കഴിവുള്ള അതിനുള്ളൊരു എബിലിറ്റി ഉള്ള ആളായിരിക്കണം. ക്ലാസ് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻട്രാക്ഷൻ സ്കിൽസ്. ക്ലാസ് നല്ല പോലെ മാനേജ്മെൻറ്റ് ചെയ്യാനും ഇൻട്രാക്ഷൻ കുട്ടികളുമായിട്ട് നല്ല പോലെ, അതായത് ഫ്യൂച്ചർ ടീച്ചേഴ്സാണ് നമ്മുടെ ക്ലാസ്സിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് ഇൻട്രാക്ഷൻസ് നടത്താനുള്ള ഒരു സ്കില്ല് ഉണ്ടായിരിക്കണം. പ്രൊഫഷണൽ കൺസൾട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെഫറൽ. അതായത് ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഓരോ കുട്ടികൾക്ക് ആ ഒരു ഇൻക്ലൂസീവ് എൻവയോൺമെൻറ്റിൽ നിന്നുകൊണ്ട് അതിനെ ഒരു പ്രൊഫഷണലായി തന്നെ കൺസൾട്ട് ചെയ്യാനും ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനും ഉള്ളൊരു കഴിവുള്ളൊരു ആളായിരിക്കണം. അതേസമയം ഒരു റെഫറൽ വേണ്ടി വരുന്നൊരു സ്റ്റുഡൻ്റാണ് നമ്മുടെ മുൻപിലെങ്കിൽ അവർക്ക് വേണ്ട റെഫറൽ കൊടുക്കാനും ഉള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് പറയണത്. അടുത്തത് പറയുന്നത് ഇൻഡിവിജ്വലൈസ്ഡ് ടീച്ചിങ് ആണ്. ഇൻഡിവിജ്വലൈസ്ഡ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പം നമ്മൾ എല്ലാം ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യൽ എബിലിറ്റി ഉള്ള ഒരു സ്റ്റുഡൻറ്റിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ടാണ് നമ്മൾ എഡ്യൂക്കേഷൻ പ്ലാൻ ചെയ്യുന്നത്, സ്കൂളുകളിലാണെങ്കിലും അല്ലെങ്കിൽ എല്ലായിടത്തും. അപ്പം നമ്മൾ ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സ് എങ്ങനെയായിരിക്കണം, അതുപോലെ ഒരു ടീച്ചിങ് ആയിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടതും അതിന് വേണ്ടിയിട്ടായിരിക്കണം അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടതും. ഇനി എന്തൊക്കെ കോമ്പീറ്റൻസീസ് ആണെന്നാണ് പറയുന്നത്. കോമ്പീറ്റൻസീസ് ഓഫ് ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സ്: ഇൻറ്ററാക്റ്റിംഗ് വെൽ വിത്ത് സ്റ്റുഡൻസ്, കുട്ടികളായിട്ട് നന്നായി ഇൻറ്ററാക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ക്രിയേറ്റിംഗ് എ ലേണിംഗ് എൻവയോൺമെൻറ്റ്, ഒരു നല്ല ലേണിംഗ് എൻവയോൺമെൻറ്റ്, അതായത് എങ്ങനെ ഒരു ഫിയർ ഫ്രീ ആയിട്ടുള്ള ഒരു ലേണിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഗുഡ് അറ്റ് ലെസൺ പ്ലാൻ ഡിസൈനിങ്, അപ്പോൾ കുട്ടികളിൽ നല്ല രീതിയിൽ ലെസൺ പ്ലാൻ ചെയ്യാനും അത് എങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുമുള്ള ഒരു കോമ്പിറ്റൻസി ഉണ്ടായിരിക്കണം. ഏബിൾ ടു യൂസ് വാരീഡ് ടീച്ചിങ് സ്ട്രാറ്റജീസ്, പലതരത്തിലുള്ള ടീച്ചിങ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാൻ ഉള്ള കഴിയുന്ന ആളായിരിക്കണം. ഏബിൾ ടു ഐഡൻറ്റിഫൈ സ്റ്റുഡൻസ് നീഡ്സ്, കുട്ടികളുടെ നീഡ്സ് എന്തൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കണം. ഗുഡ് അറ്റ് കമ്മ്യൂണിക്കേഷൻ, എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കണം. അതുപോലെ തന്നെ മെയിൻറ്റെയിനിങ് എ പ്രൊഫഷണൽ അപ്പിയറൻസ്, ഒരു പ്രൊഫഷണൽ അപ്പിയറൻസ് കീപ്പ് ചെയ്യുക. അത് ഏതൊക്കെ തരത്തിൽ, എല്ലാ തരത്തിലും, ഡ്രസ്സിങ്ങിലായിക്കോട്ടെ അല്ലെങ്കിൽ ആക്ടിങ്ങിലായിക്കോട്ടെ, ഒരു റോൾ മോഡലായി നിന്നുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ അപ്പിയറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിവുണ്ടായിരിക്കണം. അതുപോലെ ഓറിയൻറ്റേഷൻ സ്ട്രാറ്റജീസ് ഫോർ എൻട്രി ഇൻ ടു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഓറിയൻറ്റേഷൻ സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ട് അറിയണം. അഡ്ജസ്റ്റിംഗ് കരിക്കുല, ഗോൾ സെറ്റിംഗ്, യൂസ് ഓഫ് ടീച്ചിങ് സ്ട്രാറ്റജീസ്, പ്രൊമോട്ടിംഗ് ക്ലാസ് റൂം ക്ലൈമറ്റ്, റീസോഴ്സ് മാനേജിങ്, എന്തൊക്കെ റീസോഴ്സുകളാണ് ഇതുമായിട്ടുള്ളത് അതിനെക്കുറിച്ചിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ഇവാലുവേഷൻ ആൻഡ് മോണിറ്ററിങ്, അതായത് ഇൻക്ലൂസീവ് സെറ്റിങ്സിൽ എന്തൊക്കെ തരം ഇവാലുവേഷൻസ് ആണ് ഉണ്ടാവുക, അതിനെങ്ങനെയൊക്കെ മോണിറ്റർ ചെയ്യണം, അതിനെക്കുറിച്ചിട്ടുള്ള അറിവ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. The teachers have to play a very crucial role in the implementation of the educational policies. നമുക്കറിയാം ഏതൊരു എഡ്യൂക്കേഷണൽ പോളിസിയും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ ഒരു ക്രൂഷ്യൽ റോൾ എന്ന് പറയുന്നത് ഒരു അധ്യാപകയ്ക്കാണ്. ദിസ് മീൻ ദാറ്റ് ഇൻക്ലൂഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് in the mainstream is possible only if the teachers are provided with skill training to address to the learning needs of a special children in regular classroom. അപ്പം നമുക്കറിയാം അത് ആ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നിട്ടുള്ള ആ ഒരു കൺസെപ്റ്റിനെ നല്ല രീതിയിൽ
കൊണ്ട് വരണം എന്നുണ്ടെങ്കിൽ ഒരു സ്കിൽ ആൻഡ് കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ടീച്ചർ എഡ്യൂക്കേറ്ററിനെ അത്യാവശ്യമാണെന്നാണ് നമ്മൾ പറയണത്. അതുപോലെ തന്നെ നമുക്കറിയാം ഒരു കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർക്ക് മാത്രമാണ് ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനെ നല്ല എഫക്റ്റീവായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ടീച്ചർ ഇത് കൂടാതെ എങ്ങനെയൊക്കെ ആയിരിക്കണം, ICT പോലുള്ള നമ്മുടെ പുതിയ ടെക്നോളജികൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ആളായിരിക്കണം. അതുപോലെ ഒരു കോൺസ്റ്റൻറ്റ് ലേണിംഗ് അല്ലെങ്കിൽ ഒരു ലേണറായിരിക്കണം. എപ്പോഴും വരുന്ന പുതിയ പോളിസികളായിക്കോട്ടെ, അതിൽ എന്തൊക്കെ റിസർച്ചുകളായിക്കോട്ടെ, ആ ഫീൽഡിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവും, അതുപോലെ ഒരു കോൺസ്റ്റൻറ്റ് ലേണർ ആയിരിക്കണം എപ്പോഴും. അതുപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം പണ്ടത്തെ ഒരു ക്ലാസ് റൂമിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളതാണ് ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻക്ലൂസീവ് ഒരു കാലത്ത് നമ്മൾ പിൻ ഡ്രോപ്പ് സൈലൻസ് ഉള്ള ക്ലാസ്സാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മൾ കാണപ്പെട്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയായി നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ലേണിംഗ് ഉള്ളൊരു ക്ലാസ്സായി. അപ്പോൾ ആ ഒരു മാറ്റം ഉൾക്കൊള്ളാനും അത് കൊണ്ടുവരാനും സാധിക്കണം. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് ആയിട്ട് ക്ലാസ് റൂമിനെ കൊണ്ടുപോകാനും, അതുപോലെ തന്നെ ഒരുപാട് കോപ്പറേറ്റീവായിട്ട് ആൻഡ് കൊളാബറേറ്റീവ് ആക്ടിവിറ്റികൾ ക്ലാസ് റൂമിലായിക്കോട്ടെ പേരൻസുമായിട്ടും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ടും മറ്റുള്ള ടീച്ചേഴ്സായിട്ടും സ്കൂൾ ഹെഡ്സായിട്ടും എല്ലാവരുമായിട്ടൊരു കോപ്പറേറ്റീവ് ആൻഡ് കമ്മ്യൂണിറ്റി ആയിട്ടും എല്ലാവരുമായിട്ടും കോപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവായിട്ട് വർക്ക് ചെയ്യാനും സാധിക്കണം. ഇതെല്ലാം ടീച്ചേഴ്സിൻ്റെയും ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സിൻ്റെയും ഇൻക്ലൂസീവ് സെറ്റിങ്ങിലുള്ള അവരുടെ സ്കില്ലും കോമ്പിറ്റൻസി ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് ടീച്ചർ കോമ്പീറ്റൻസി എന്ന് പറഞ്ഞു. അതായത് ഓരോ നമ്മുടെ ക്ലാസ്സിലുള്ള ഓരോ കുട്ടികളും ഇൻഡിവിജ്വൽ, അതായത് ഒരു യുണീക്കാണ്. അപ്പോൾ അവരുടെ നീഡ്സും എബിലിറ്റീസും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ക്ലാസ് റൂം ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാനും അത് മോണിറ്റർ ചെയ്യാനും സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഇവാലുവേറ്റ് ചെയ്യാനുമുള്ള ടീച്ചറുടെ കഴിവിനെയാണ് ടീച്ചർ കോമ്പീറ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇഫക്റ്റീവ് ടീച്ചർ കോമ്പീറ്റൻസി ഉള്ള ഒരു അധ്യാപികയ്ക്കാണ് ഇഫക്റ്റീവായിട്ട് നമ്മുടെ ഇൻക്ലൂഷൻ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ കൊണ്ടുവരാനും അതിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് ഔട്ട്കം, അവരുടെ ആ ഒരു ഇഫക്റ്റ് മെറിറ്റ് അത് കൂട്ടിക്കൊണ്ടുവരാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഇത്രയാണ് ഇതിലുള്ളത്. ഓക്കെ, താങ്ക് യു.